ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പിജിൻ ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ടൈം വർപ്പിച്ച എന്താ പറയുക പട്ടാണിൻ്റെ കൂട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. റംഷാദ് എന്നാണ് പുള്ളീൻ്റെ പേര്. കാരണം പട്ടാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. കണ്ണൂർ ജില്ലയിൽ മൊത്തമായിട്ട് അറിയുന്ന പേര് പട്ടാണി എന്നാണ്. അപ്പോൾ നേരെ നമുക്ക് വീടുകളിലോട്ട് പോകാം. അവരെ പ്രാവിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ഇതാണ് കേട്ടോ അവരെ ഒരു സൈറ്റ് തൂക്ക് വരുന്നത്. ഇവിടെയാണ് ഇവർ അൺലിമിറ്റഡ് പറപ്പിക്കുന്നത്. ഈ ഒരു ജാഗയിലാണ് ഇപ്പോൾ ഇവർ പിന്നെ 15 മണിക്കൂറൊക്കെ പറപ്പിച്ചതും 14 മണിക്കൂറൊക്കെ പറപ്പിച്ചത് ഈ ഒരു ജാഗയിലാണ്. പ്രാവ് ഈ ഒരു സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫുള്ള് അൺലിമിറ്റഡ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു കൂടാണ്. ജനറേറ്റർ സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രാവും കാര്യങ്ങളെല്ലാം വരുന്നത്. എന്തായാലും മൂപ്പര് കൂടുതലുണ്ട്. റംഷാദേ നമസ്കാരം. സുഖം തന്നെ, ഇങ്ങനെ പോകുന്നു. നമുക്ക് എന്നാൽ പ്രാവിൻ്റെ വിശേഷങ്ങൾ എല്ലാം ഒന്ന് പറഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അവരെ സർട്ടിഫിക്കറ്റ്. നമുക്ക് ഏകദേശം ഒരു 2011 മുതൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവരെ ഒരേ ലൈനിൽ കീപ്പ് ചെയ്ത പോകുന്ന പ്രാവുകൾ ഇപ്പം കൈമലുള്ള പ്രാവുകളാണ് എല്ലാം. ഇതൊക്കെ ഈ ഒരു സുർമൈ ലൈന് പ്രാവ്, അതുപോലെ തന്നെ കത്തക്ക ലൈന്, കത്തക്ക പ്രാവൊക്കെ ഇവിടെ ഉണ്ട് കൈമിൽ ഇവരുടെ കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കറുപ്പ് ഇപ്പോൾ കൈമിലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതല്ലേ, ഇതാണല്ലേ പുള്ളിയാണ്. ഓക്കെ, അപ്പം നമുക്കെല്ലാം ഒന്ന് മൂപ്പരോട് ചോദിച്ചു നോക്കാം. നമുക്ക് മെയിനായിട്ട് ഇപ്രാവശ്യം പറഞ്ഞ പ്രാവുകൾ ഒന്ന് കാണിച്ചു തരാം. ഈ പ്രാവ് ജാക്ക് പുള്ളി അല്ലേ? ഡബിൾ കണക കലങ്ക. സാധാരണ എല്ലാവരും പറയുന്നത് ഈ വെട്ടുകണം പ്രാവ് പറക്കൂല, അല്ലെങ്കിൽ കള്ളക്കളി ഉണ്ടാവുന്നൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനത്തെ തോന്നിയിട്ടൊന്നുമില്ല. നൈറ്റും കയറിയിട്ട് നൈറ്റെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ പറഞ്ഞ പ്രാവ് ഇതിന്റെ കൂടെ പറഞ്ഞ 14, 15, 16 പറഞ്ഞ പ്രാവ് അൺലിമിറ്റഡിലേക്ക് വിട്ടു നോക്കുമ്പോൾ പ്രാപ്പടം കൊണ്ടുപോയി 657 ചിക്കൻ അടിച്ചു കൊണ്ടുപോയി. പ്രാപ്പടം കൊണ്ടുപോയി രാജവിശ്വലി. അത് എന്താ പ്രാവ്, എന്താ കളർ ഉണ്ടായത്? വെള്ള അല്ലേ? അതിന്റെ തന്നെ ഉണ്ട്. ഓട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓട്ടാൻ വേണ്ടി അതിന്റെ എല്ലാം ക്ലീനായിട്ട് തന്നെ വരും പ്രാവ്. അതിനെ പ്രാവശ്യം പറഞ്ഞ വള്ളയിലുള്ള ലൈനേജ് തന്നെ ഇതല്ലേ? ധാരപ്രാവും ഒരു വർഷം കഴിഞ്ഞാൽ ഫുള്ള് പ്രാവ് മാറും. ഓട്ടി വെച്ചതാണ്. ഇതിപ്പോ ഏകദേശം എത്ര വയസ്സുണ്ടാവും ഈ ഒരു പ്രാവിന്? ഈ പ്രാവ് 1.5 വയസ്സുള്ള ഉണ്ടാവും അല്ലേ? ആണോ പെണ്ണ? ഇതാണ് നമ്മുടെ അടുത്ത് അന്ന് പിന്നെ പറഞ്ഞ വെള്ളപ്രാവ് ആണോ പെണ്ണ? ആണ്. രണ്ടും ആമ്പ്രാവിനെ കൂടുതൽ പറപ്പിക്കൽ അങ്ങനെ ഉണ്ടോ? ഇല്ല, ആമ്പ്രാവിലൊക്കെ ആമ്പ്രാവിനെ പറപ്പിക്കും. കൊമ്പ്രാവിലൊക്കെ കൊമ്പ്രാവ് കൂടുന്നുണ്ടെങ്കിൽ 2 ആമ്പ്രാവിനെ ജോഡിച്ച് കൊടുക്കും. ആണും പെണ്ണുമാക്കി ഇവിടെ ഇല്ല. പിന്നെ 2 കൊമ്പ്രാക്കള അങ്ങനെയായിട്ട് കൊടുക്കും. ശരി. നമ്മളിപ്പോ കണ്ട ഈ പ്രാവും ഈ സമയം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ രാവിലെ ഒരു 7 മണി മുതൽ 10:30, 11 മണി വരെ ഓട്ടിട്ട് രാത്രി പ്രാവിനെ ആ സമയത്ത് അൺലിമിറ്റഡിലേക്ക് വിടാൻ നോക്കുമ്പോൾ പ്രാവിന് ഈ ചിറക് വീണു പോയി. അതുകൊണ്ട് പ്രാവിനെ വിടാൻ കഴിഞ്ഞിട്ടില്ല. ഇതും ഇതേപോലെ തന്നെ നമ്മളെ പിന്നെ വെട്ടുകണ്ട് തന്നെ വരുന്ന പ്രാവല്ലേ? വെട്ടുകണ്ട്. അതിന്റെ തന്നെ നേരെ ഈ ജാക്കുള്ളിയില്ലേ പറഞ്ഞ ഇത് 2 ചോട് പറിച്ച ഒരേ ചോടിൽ ഇറങ്ങിയ കുഞ്ഞന്മാരുടെ ചോട്. രണ്ടും വെട്ടുകണ്ണം തന്നെ വന്നല്ലേ? രണ്ട് വെട്ടുകണ്ണന്മാർ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഓക്കെ. ഇതിൽ ഇപ്രാവും പറഞ്ഞിട്ടുണ്ട്. ചെക്കറിന്റെ അടി കൊണ്ട് കാലി ഇപ്രാവും പറഞ്ഞിട്ടുണ്ട്. സുർമയ്യ. ഓക്കെ, ഇത് നിങ്ങളെ പണ്ടേ പറക്കുന്ന സുർമയ ലൈനിലുള്ള പ്രാവ്? അതെ, അതിലേക്ക് വരും. ഡബിൾ കണ്ണാണോ ഇത്? ചെക്കറിന്റെ അടി കൊണ്ട് സൈഡ് ഏലയുടെ പ്രാവിനുള്ളതുകൊണ്ട് ഇവിടെ ഇല്ല.
പ്രാവിനെ എടുക്കലാന്ന് കുറച്ച് പണിയല്ലേ, വില്ല കൂടാൻ. ഈ പ്രാവിനെ ഓട്ടി വെച്ചിട്ടുണ്ട്. കലങ്ക വെള്ളയല്ലേ? ഓക്കെ ഓക്കെ. പ്രാവിനെ ഓട്ടിയിട്ടുണ്ട്. ഇനി പ്രാവശ്യം പ്രാവിനെ ഓട്ടണം. എല്ലാത്തിനും ഓട്ടി വെച്ചതാ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവിനും. കഴിഞ്ഞ പ്രാവശ്യം എല്ലാത്തിനും ഓട്ടി വെച്ചതാണ്. ഇനി പ്രാവശ്യം ഓട്ടാണ്ട് മെരിക്ക് ഒരു ടൈമാക്കി വെച്ചതാണ്. ഇത് ശരിക്കും ആക്ച്വലി നിങ്ങളെ പറപ്പിക്കുന്ന കൂടല്ലേ? ഇത് ഓട്ടുന്ന കൂടാ. പറപ്പിക്കൽ മാത്രം ഈ ഒരു കൂടല്ലേ? ഇവിടെ ഓട്ടല ബ്രീഡിങ് എൻ്റെ വീട്ടില്. ഇതിൻ്റെയൊക്കെ മെയിൻ അച്ഛനമ്മമാരെയൊക്കെ നമുക്ക് അവരെ വീട്ടിൽ പോയിട്ട് കാണാം. ഇപ്പം നിലവിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവിനെ മാത്രമേ നമ്മളിപ്പം കാണിക്കുന്നുള്ളൂ. പറന്ന പ്രാവുകൾ കുറച്ചെണ്ണം അവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും പ്രാവിലുള്ള പ്രാവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തേട്ടാ. ഇതുകൊണ്ട് അല്ലേ? ഇതൊരു പ്രത്യേക മുഖ ഷേപ്പ് വാർത്തണ്ടല്ലേ പ്രാവ്? വെള്ളക്കും ഒരു പുള്ളിക്കും വരുന്നത്. നമ്മൾ കാണിച്ചില്ലേ 16 അതിന്റെ അച്ഛന്റെ ഒരു മോനുണ്ട്. വെള്ളയിലാകുമ്പോ നൈറ്റ് കാണിക്കാം. ഇപ്പൊ എല്ലാരും ഈ നൈറ്റ് പറപ്പിക്കൊണ്ടുകൊണ്ട് ജാക്കുള്ളി വെള്ള അങ്ങനെയുള്ള പ്രാവുകളിലേക്ക് മാറ്റിയല്ലേ? കൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൂട്. ഇവർ സ്വന്തമായിട്ട് അടിച്ച കൂടാണിത്. പിന്നെ അത് മാത്രമല്ല, കൂടിന് കുറേ പ്രത്യേകതകളുണ്ട്. കാരണം ഞാൻ പറഞ്ഞു തരാം. കള്ളം കലങ്കിയാലേ ഓട്ടി വെച്ച. ഇതിന്റെ കുട്ടിയും പറഞ്ഞിട്ടുണ്ടല്ലേ? ഇത് നിങ്ങള് കുഞ്ഞെടുത്തിട്ടുണ്ട് ഈ പ്രാവിന്റെ? എടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ചക്കര കൊണ്ടുപോയല്ലേ? ഇത് കൂട് സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ നോർമലി ഒരു പിന്നെ വേസ്റ്റിൻ്റെ വലിക്കേണ്ട ഇതെല്ലാം വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഈ സെൻറ്റർ പോർഷൻ നമുക്ക് ഇങ്ങനെ തന്നെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന റെയിൽ പോലത്തെ ഒരു സാധനം. അത് ഇങ്ങനെ ബാക്കിൽ സ്ക്രൂ അടിച്ചിട്ടുണ്ട്. വലിയൊരു കള്ളിയായി ഓൾറെഡി. അല്ലെങ്കിൽ തന്നെ കള്ളിക്ക് പ്രാവിന് ഏകദേശം നല്ലോണം നിൽക്കണ്ട, 2 പ്രാവിന് നിൽക്കേണ്ട സ്ഥലം ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും അത് പിന്നെ മാറ്റിയിട്ട് ഒരു വലിയൊരു കള്ളി കൂടാക്കേണ്ട തന്നെ സെറ്റപ്പ് ഉണ്ട്. ഫ്രഷ് ഔട്ട് എടുക്കേണ്ട സെറ്റപ്പ് ഉണ്ട്. വലിക്കാം നല്ല പ്രാവിന് ഒന്നിനോ ഇതാക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? ഒന്നും ചെയ്യണം. സെറ്റപ്പായിന് കൂടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇനി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കത്തങ്ങ പ്രാവിനുള്ളത് ഒന്ന് കാണിച്ചു തരാം. കത്തങ്ങ കഴിഞ്ഞല്ലോ ഇതിന്റെ ഏട്ടന്മാറ പറഞ്ഞത് 13-24 ലൈറ്റ് വരും. ഈ പ്രാവ് ഓടിയിട്ടുണ്ടോ? പ്രാവിനെ ഓട്ടി വെച്ചിട്ടുണ്ട്. ഓട്ടണോ? പറന്ന കത്തങ്ങ നമ്മളെ അപ്പുറത്തെ കൂടുതലല്ലേ? എൻ്റെ വീട്ടിലാണ്. അത് നമുക്ക് എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പ്രാവും പറഞ്ഞിട്ടുണ്ട്. പ്രാവും ഓട്ടി വെച്ചിട്ടുണ്ട്. പണിത്തിരക്കല്ലായോണ്ട് ഒറ്റെണ്ണം പറക്കൂല ഒന്നും പറയണ്ട ആരോടും. പറക്കും. വെട്ടെണ്ണം പറഞ്ഞാണല്ലോ കൂടുതൽ നിങ്ങൾക്ക് പറക്കുന്നത്. അത് ഈ കാലം പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടെണ്ണ പ്രാവുകൾ ഈ എന്താ പറയുക നമുക്കൊരു വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലൊരു സംസാരമുണ്ട്. വെട്ടെണ്ണയിൽ പ്രാവ് വന്നു കഴിഞ്ഞാൽ ഇല്ല, ഇപ്പൊ പറക്കും. ഒരു പ്രാവ് പറക്കും. കത്തങ്ങിൽ തന്നെ വരുന്നതാണ് ഈ അവിടെ കാണിച്ചില്ല ചക്കര അടിച്ചെന്ന് പറഞ്ഞു. ഇത് കത്തങ്ങൽ വരുന്നത് കത്തങ്ങൽ വരുന്നു. ഇതിന്റെ ഏട്ടന ചുറ്റിക്കാൻ വിട്ടാരോ? ചിക്കൻ കൊണ്ട് പോയി.
പ്രാവ് പറഞ്ഞിട്ടുണ്ട് 13.5 കുറ്റിട്ടല്ല ഓവറല്ലേ ഇരുന്നിട്ടില്ല പ്രാവ്. രണ്ടാമത്തെ ഒരു ലക്ഷം ഉള്ളിൽ ചടൻ വേണ്ടി കൂട്ടിട്ട് ചിക്കൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ വരെ സുറുമയും സബ്ജ ലൈന് പ്രാക്കളാട്ടാ എല്ലാം വരുന്നത് സുറുമയും സബ്ജ ലൈന്. ശരിക്കും നിങ്ങള് വലിയ പ്രാവായ പുറത്തേക്ക് തോന്നല്ലേ? ഞാൻ എന്തായാലും ഒരു വയസ്സ് കഴിയണം അല്ലേ? കഴിയണം. കാരണം എല്ലാം ഇവിടെ കാരണം ഇവിടെ ഇല്ല എല്ലാ പ്രാവിനും നല്ല പ്രായമുണ്ട് കാണുന്നു. ഒരു വയസ്സിന് മുകളിൽ എന്തായാലും പ്രായം തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ. പ്രാവിനെ കാണുമ്പോൾ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ പൊട്ടള കഴിഞ്ഞ കൊല്ലം അതിന്റെ പുറത്തെ കൊല്ലത്ത് വരുന്ന ഓട്ടി വെച്ചതാണ്. ഇതൊക്കെ ഒരു ഇതിലേക്ക് വരുന്നതാണ്ട. നമുക്ക് ഇവരെ മെയിൻ സെറ്റിനെ എന്തായാലും പെട്ടെന്ന് പോയിട്ട് അതിനെ നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെ റംഷാദിൻ്റെ ബ്രീഡിംഗ് ലോഫ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരെ പ്രാവുകൾ വരുന്നത്, മെയിൻ സെറ്റ് പ്രാവുകൾ ഇതൊക്കെയാണ് വരുന്നത്. ഇത് കുഞ്ഞന്മാർ കേട്ടോ, ഇപ്രാവശ്യം എടുത്ത് വെച്ച കുഞ്ഞന്മാരാണ്. ഈ ഒരു കൂട് ഫുള്ള്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സെറ്റും കുഞ്ഞന്മാരാണ്. ഈ ഒരു സെറ്റ് കുഞ്ഞന്മാരാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് കഴിഞ്ഞ കൊല്ലം എടുത്ത് വെച്ചതാണ്. ഇതിപ്പം ഈ ഒരു കൊല്ലം എടുത്തിട്ട് മൂക്കാൻ വേണ്ടി വെക്കുന്ന കുഞ്ഞന്മാർ കേട്ടോ. അതിന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അപ്പുറത്തെ ലോഫ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് വറുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ബാക്കി ലാസ്റ്റ് സീസണിൽ എടുത്തായിരിക്കും അല്ലേ? ഇതും പറപ്പിക്കാത്ത കുഞ്ഞന്മാരാട്ടാ. ഇനി ഇതിനെ അവിടത്തേക്ക് കൊണ്ടുപോകേണ്ട കുഞ്ഞന്മാരായിരിക്കും കേട്ടോ. ഫാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവിനെ ഓരോരോ സെറ്റായിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റൂലേ? ഈ പുള്ളി കോയമ്പത്തൂരിലുള്ള പ്രാവാണ്. നമ്മളെ കോയമ്പത്തൂർ അബ്ബാസിന്റെ പ്രാവാണ്. അവരഭിപ്രായം കണക്ക് ട്രെയിനിങ് ചെയ്തിരുന്നത്. ഇതും കോയമ്പത്തൂർ പ്രാവാണ്. രണ്ടും കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവാണ്. അൺലിമിറ്റഡിലോട്ട് പറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അൺലിമിറ്റഡിലേക്ക് പറപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന പ്രാവാണ്. രണ്ട് സബ്ജക്ട് പുള്ളികളല്ലേ? ഇതാണ് സബ്ജപ്പുള്ളി തന്നെ. സബ്ജപ്പുള്ളിയും വെള്ളയും അല്ലേ? വെള്ളം. ഇതില് പ്രാവ് എങ്ങനെയുണ്ട് റിസൾട്ട്? ഇതെല്ലാം നമ്മളെ ഇക്കൊല്ലം പറഞ്ഞിട്ടില്ലേ 14, 15 അങ്ങനെയല്ലേ? ഈ 15ന്റെ പറഞ്ഞതിന്റെ അമ്മ പ്രാവ് ഇത് ആ ലൈന് പ്രാവ് ലൈനായിട്ട് വരും. അതിന്റെ അമ്മച്ചിന്റെ അമ്മച്ചി അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതില് കുഞ്ഞന്മാർ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞന്മാർ പറക്കുന്നുണ്ട് ഈ ജോഡില്. എന്റെ ഫ്രണ്ടിനെല്ലാം കൊടുത്ത് പ്രാവ് പറക്കുന്നുണ്ട് ഈ ജോഡിലല്ലേ? വെള്ള ജോടല്ലേ? വെള്ള മഞ്ഞക്കണ്ണ വള്ളിയും കലങ്കക്കണ്ണ വള്ളിയും. ഇത് ഇപ്രാവശ്യം സെറ്റാക്കിയതാ അല്ലെങ്കിൽ? അല്ല, ഇതെല്ലാം സെറ്റാക്കി മുന്നേ നമുക്ക് ഓൾറെഡി റിസൾട്ട് ഉള്ള പ്രാവ് തന്നെ. ഇക്കൊല്ലം പറഞ്ഞിട്ടില്ല നമ്മളെ 15 സംതിങ് 14 അതിൻ്റെ എല്ലാം അനിയന്മാരായിട്ട് വരും. അത് ഇതൊരു നമ്മളെ കോയമ്പത്തൂരിലെ അബ്ബാസ് അണ്ണൻ എന്ന് പറഞ്ഞ നിങ്ങൾ പ്രാവിനെ ട്രെയിനിങ് ചെയ്യുന്ന അവരയച്ചതാ പ്രാവിനെ. ഈ സബ്ജ ജോഡി ചെയ്തതാണ്. പുതിയ സെറ്റാണ്. ഇതും കോയമ്പത്തൂർ അയച്ചതാണ് സബ്ജിയിൽ. ഈ ഒരു പ്രാവ് പറന്നതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 1 മണി 1:30 മണി വരെ കൂട്ടിയതാണ് ഈ പ്രാവ്. ബ്രീഡിങ്ങിനും വേണ്ടിയിട്ട് ഞാൻ പിന്നെ വെച്ച്. ആണ് പ്രാവോ? ആണ് പുറത്തുള്ള പ്രാവാ, പാലക്കാട് പ്രാവാ. ഇത് ജാക്കുള്ളികളെ നമ്മളാ വെട്ടണം വരുന്ന ആ പ്രാവ് അവിടെ ഉണ്ട്. ഇത് നമ്മളെ വള്ളിയിൽ 14, 15 പറഞ്ഞിട്ടില്ലേ, അതിന്റെ എല്ലാം ലൈൻ തന്നെ. ആ ലൈന് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്തിട്ടുണ്ട് പോകും. പിന്നെ ഇത് ജാക്കുള്ളി, ഇത് ചെന്നൈയിൽ നിന്ന്
കൊണ്ടുവന്ന പ്രാവ, ആ ആ ആ ചെന്നൈ പ്രാവ. ചെന്നൈയിൽ നിന്ന് കച്ചവടത്തിൽ കൊണ്ടുവന്നതാണ്. ഓക്കെ. ഇത് കാട്ടത്തിൽ വരുന്നതാ? ആ, കാട്ടത്തിൽ. നമ്മളെ കോഴിക്കോട് ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അർഷു എന്ന് പറഞ്ഞ, അവൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാ. ഫീമെയിലോ അതെയാ? ആ, ഫീമെയിലും അവൻ്റെ തന്നെ. ആ ആ ആ. ഇത് പിന്നെ ഒരു മസ്കിയും സുറുമയും അല്ലേ? അവൻ്റെ ഇല്ലാടോ, അവൻ്റെ വേറെ വെള്ള മസ്കി അവൻ്റെ. ആ ആ. ഇത് ഏത് പ്രാവ് പോലെ ലൈൻ വരുന്നത്? ഇതെല്ലാം പുറത്തുനിന്ന് വന്ന പ്രാവാ, പുറത്തുനിന്ന് വന്ന പ്രാവ്. ഇത് ഇപ്രാവശ്യം ജോഡി ചെയ്തതാ. ഓക്കെ ഓക്കെ ഓക്കെ. സുറുമയിലല്ലേ? ആ, ചോപ്പ് സുറുമയും ആ ആ. മസ്കിയാണ്. മസ്കിയാണ് ആരെ പ്രാവ് വരുന്നത്? ഇതും പുറത്തുള്ള പ്രാവാ. ആ ആണല്ലേ? ഇതിന് കുഞ്ഞുണ്ട്, അതിൽ കാണിച്ചു. കൂടുതലും കറുപ്പിലാണല്ലേ പ്രാവ് ഉള്ളത്? ഇല്ല, ഇപ്രാവശ്യം കറുപ്പിലാക്കിയതാ. ആ ഹാ ഹാ. ഇപ്രാവശ്യം കറുപ്പിൽ ഓട്ടണമെന്ന് വെച്ചിട്ട്. ആ ഹാ ഹാ. നൈറ്റ് ഓടുമ്പം കാഴ്ച പ്രശ്നം ഉണ്ടാവും അങ്ങനെ പറയുന്നത്? അതിന് നൈറ്റ് ഓട്ടാൻ വേണ്ടി വെള്ളപ്പുറക്കളെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം പുതിയ ജോഡി ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സബ്ജയിൽ വരുന്നതല്ലേ? ഇതാണ് നമ്മൾ കത്തങ്ങിൻ്റെ അമ്മച്ചി. നമ്മളവിടെ കണ്ട പറക്കുന്ന കത്തങ്ങിൻ്റെ അമ്മച്ചി. ഇപ്രാവും പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവും നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഒരു പാരം വരെ ആക്കാനും വേണ്ടിക്ക് അത് കട്ട് ചെയ്ത് വെച്ചത്. ഈ ഒരു പ്രാവ് നമ്മൾ ഈ സീസണിൽ 14, 15 അതിലെല്ലാം പറഞ്ഞിട്ടില്ലേ, അതിന്റെ അനിയനാട്ടോ ഇത്. നേരെ അതിന് ചിക്കൻ കൊണ്ട് പോയി ഇങ്ങനെ സൈഡാക്കി ഇതിനാടെ വെച്ച് അതിനിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടയിൽ ഈ ഒരു പ്രാവല്ലേ? ഈ പ്രാവിനെ പറപ്പിച്ച് നോക്കിനാ? ഇല്ല, അതാടെ ഓടി വെച്ചല്ലേ? ഇതെല്ലാം ബ്രീഡിങ് കുട്ടിൻ്റെ. ഇതെല്ലാം ഇപ്രാവശ്യം പുതിയ സെറ്റാക്കിയതല്ലേ? ഇതെല്ലാം ഇവർ ഇപ്രാവശ്യം പുതിയ സെറ്റാക്കിയതാ. ചെറിയ വെട്ട് തന്നെ തൈയാണ്. അതും വിട്ടാണോ അല്ലേ? ആ ആ ആ ആ. കലങ്ക. ഓക്കെ. ഇതെല്ലാം പുതിയ സെറ്റ്. ആ, ഇതും വെട്ടാണ് തന്നെ വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ ഈ പട്ട എങ്ങനെ കത്തങ്ങല അതിന് വരുന്ന? കത്തങ്ങ ഒരു കുട്ടി കത്തങ്ങല ഇതും നമ്മളെ കോയമ്പത്തൂർ അബ്ബാസ് അണ്ണൻ മറ്റുണ്ട്. നമുക്കെല്ലാ ട്രെയിനിങ് എല്ലാം പറഞ്ഞിരുന്നു. അവരയച്ചു തന്നതാട്ടോ ഈ പ്രാവല്ലേ? ഈ ഒരു പ്രാവും അതുപോലെ തന്നെ അല്ലേ? റക്കമുള്ള സെറ്റല്ലേ? ഇതിൽ വെള്ളയെ വന്നു. നമ്മൾ ഈ പ്രാവാന്ന് 14, 15 പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ അമ്മച്ചി. മഞ്ഞക്കട തന്നെ അതേപോലെ തന്നെ അല്ലേ? ആ, മഞ്ഞ. ഈ പ്രാവിലാണ് കുഞ്ഞന്മാർ വളർത്തുന്നത്. വെള്ളയിൽ. ഇതിന്റെ ആമ്പ്രാവ് എന്തായത്? ഇതിന്റെ ആണെന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുണ്ട്, അപ്പുറത്തെ കൂട്ടിലുണ്ട്. ഇതിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ള. ഇതിന് നമ്മളെ ഇവരെ ജോഡാക്കിയ ആമ്പ്രാവ് ഇവരെ കൈമല്ല, ഇവരെ ഫ്രണ്ടിന്റെ കൈമിൽ കുഞ്ഞെടുക്കാൻ വേണ്ടി കൊടുത്തിട്ടാക്കില്ലത്. ഇതിന്റെ തന്നെ അനിയത്തിയുണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പൊ ഇതിന്റെ എല്ലാം അമ്മപ്രാവ് ഉണ്ടോ കൈമല്? ധാരപ്പുള്ളി പോലത്തെ അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇത് വെള്ളാണ് കണ്ടിട്ടില്ല. ഇത് രണ്ടും ഒരു തുണപ്പട്ട ഒരു സെറ്റിൽ വന്നായിരിക്കും അല്ലേ? അങ്ങനെ വന്ന പ്രാവോ? ഓക്കെ. ഇല്ലാന്ന് നമ്മൾ
14-15 പറക്കണം. ഇതിന്റെ എല്ലാം അച്ഛൻ വേറെ 2 ധാരകളാണ്, അത് ചത്തുപോയി. ഇതിന്റെ അമ്മ ഈ ലൈനിന്റെ അമ്മ പ്രാവോ അച്ഛൻ പ്രാവോ? അത് 2 വെള്ള ധാരയാണ്. അത് അതുണ്ടാവില്ല, അത് ചത്ത് കുറച്ച് വയസ്സുണ്ട്. ആ കത്തങ്ങ ലൈനിൽ വരുന്ന ഫീമെയിൽ ഇപ്പം കണ്ടില്ല, അതിന്റെ മെയിൽ നമ്മൾ ഏതാ ഇട്ടുണ്ടായത്? ഒരു സബ്ജാണ്, വയസ്സുണ്ട് പണ്ടൊക്കെ. ഓട്ടാൻ വെച്ചല്ലേ നമ്മൾ കഴിഞ്ഞല്ലോ പറഞ്ഞേ. അവിടെ ഒരു പഴയ ഒരു പുള്ളിയാ, ഏകദേശം 15 വയസ്സ് നമ്മളെ മറ്റേ സർട്ടിഫിക്കറ്റിലുള്ളത്. സർട്ടിഫിക്കറ്റിൽ കണ്ടിട്ടില്ല. അവരുണ്ട് നമ്മളാ സർട്ടിഫിക്കറ്റിൽ കണ്ട ഒരു പുള്ളിപ്രാവ് ഉണ്ടായിന്, ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ആ ഒരു പ്രാവ് ചെയ്തല്ലേ നമ്മളെ ഒറിജിനൽ ഇത്. ഇതിലാണ് പ്രാവിനെ തിരിച്ചും മറിച്ചും ചെയ്തിട്ട് ഉണ്ടാക്കിയത്. ഏകദേശം 15 വയസ്സുണ്ട് ഉണ്ടാവല്ലേ. ഇതിപ്പോ ഏകദേശം നിങ്ങൾക്ക് എത്ര പ്രൈസ് വാങ്ങി തന്നിട്ടുണ്ടാവും? ഈ പ്രാവ് പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രാവ് 2010 ഫൈനലെല്ലാം ഫുള്ള് പറക്കലുണ്ട്. കരു കൂടുന്നുണ്ട് ഇപ്പൊ? ഇല്ല, ഇപ്പം കരു കൂടുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഇട്ടതാ. ഇതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കത്തങ്ങ എന്ന് പറഞ്ഞിട്ടില്ലേ? ശബ്ദന്റെ പറഞ്ഞ അതാണ് കത്തങ്ങ. ഇതാണ് പറഞ്ഞല്ലേ. 13-24 മുകളിലായിട്ട് പറഞ്ഞ പ്രാവാ. പ്രാവ് ഇരിക്കലില്ല. പ്രാവ് രാവിലെ വിട്ടാൽ കുറച്ച് കളിക്കും പ്രാവ് ഇരിക്കാൻ. പിറ്റേ ദിവസമെല്ലാവും. ആരും വിശ്വസിക്കൂല, എന്നാലും അച്ഛൻ ചത്തോണ്ട് പാരമ്പര്യത്തിന് അവിടെ വെച്ചതായി പ്രാവ്. ഇതാണ് ഇതുകൊണ്ടും ഇതിൻ്റെ അനിയനുണ്ടോ വേറെ. നമുക്കപ്പോ ഇപ്രാവശ്യം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 9 സംതിങ് പറഞ്ഞിട്ടില്ലേ? ആ ഒരു പ്രാവി തന്നെയാണ്? അല്ലല്ല, അത് വേറെ. അത് 13-24 പറഞ്ഞു. 9 സംതിങ് പറഞ്ഞ പ്രാവശ്യം രാത്രി, അതായത് 10 മണിക്ക് വിട്ടിട്ടുള്ള. 10 മണിക്കാ 20 ഏതാ? 10 to അൺലിമിറ്റഡ്. 10 to അൺലിമിറ്റഡ് അല്ലേ? അത് ഇതാ പറഞ്ഞു. ഈ കത്തങ്ങ ഇനി സൈഡാക്കി. ഇതിനെ അവിടെ വെച്ച് പുന്നന്മാർ പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി വെള്ളടിക്കുന്ന കത്തങ്ങ അല്ലേ? ഈ കുടുംബിപ്രാവ് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല, അത് നമ്മള് എൻ്റെ മാമൻ്റെ അടുത്ത് കൊണ്ടാണ് പ്രാവ്. കോഴിക്കോട്. ഇതും വെട്ട് കാണാൻ തന്നെ വരുന്ന പ്രാവല്ലേ? പിന്നെ കുട്ടി അവിടെ ഓടുന്നുണ്ട്. ഓടുന്നുണ്ടാ? വെള്ളയിൽ വരുന്നല്ലേ? ഇത് ചെന്നൈയിൽ നിന്ന് വന്ന പ്രാവാട്ടോ. ജാക്പുള്ളിനൊക്കെ നമ്മൾ നേരത്തെ കണ്ട ജാക്പുള്ളി, അതിൽ കണ്ട ജാക്പുള്ളിയില്ലേ, അതിൻ്റെ പുറം വന്ന പ്രാവ്. കുറച്ചിങ്ങോട്ട് പിടിക്കുക, വിളിച്ചതോട്ട്. വേറെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കണ്ണുള്ള പ്രാവല്ലേ? ഇതിൽ കുഞ്ഞെടുത്തിട്ടുണ്ടാ? ഇല്ല, ഇപ്രാവശ്യം എടുത്തില്ല. ഇതിലിപ്പോൾ നിങ്ങൾ ടൂർണമെന്റ് സമയത്ത് നോർമലി ഫുഡ് അങ്ങനത്തെ എന്തെല്ലാം കൊടുക്കല്? മുത്താറി, പിന്നെ ബദാം കൊടുക്കും, പിന്നെ പിസ്ത, ഉപ്പില്ലാത്ത പിസ്ത, മുന്തിരി, അങ്ങനെയായിട്ടുള്ള കൊടുക്കും. ഏറ്റവും പ്രധാനമായ ട്രെയിനിങ് അതാണ് വേണ്ടത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഈ ഒരു പിന്നെ പ്രാവ് ഉറപ്പിക്കൽ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായി? പ്രാവ് ഉറപ്പിക്കൽ 2006 പൂറ്റി വെച്ചതാണ്. 9 മുതൽ പ്രാവിനെ സ്കൂളിൽ തന്നെ ഇവിടെ തുടങ്ങി മത്സരത്തിൽ. അന്ന് മുതൽ 2025 വരെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാത്തിനും. ഇതിപ്പോൾ ഓരോ നിങ്ങൾ എന്താ പറയുക, മുന്നേയുള്ള ടൂർണമെന്റിനെ അപേക്ഷിച്ച് ഇപ്പം അൺലിമിറ്റഡിലാണല്ലോ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആ ലൈനിലേക്കാണ് ഇപ്പം പ്രാവുകളെ മൊത്തം മാറ്റിയിട്ടുള്ളത്. കൂടുതലും ഇപ്പോൾ അൺലിമിറ്റഡിലേക്കാണ്
ഫോക്കസ് ഉള്ളത്. ഇപ്പം നോർമലി ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങൾ ഭക്ഷണം എന്താ കൊടുക്കലെന്ന്. അപ്പം നമ്മൾ പഴയ രീതിയിൽ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13:30 കൊടുക്കുന്ന ഫുഡ് രീതി ആയിരിക്കുമല്ലോ അല്ലല്ല, ഇതിൽ. മാറ്റമുണ്ട്. അപ്പം നമുക്ക് 2 നേരമായിട്ട് കൊടുക്കലാന്നോ എങ്ങനെയാന്ന്? 2 നേരം രാവിലെയും കൊടുക്കും. രാവിലെ ഒരു 2 ബദാമും കൊടുക്കും, വെള്ളയും കൊടുക്കും. പിന്നെ റെസ്റ്റിലൊക്കെ നൈറ്റിൽ വേറെ ഫുഡ് കൊടുക്കും, ബദാമും ഇതെല്ലാം. പറവക്ക് വിടുമ്പോൾ കുറച്ച് മുക്താറിയും 2 ബദാമും എക്സ്ട്രാ, പിന്നെ ഒരു മുന്തിരി ഉണക്ക മുന്തിരി കുതിർത്തിട്ട് കൊടുക്കും. ഓക്കെ. അല്ല, ചില ആൾക്കാർ നമ്മളെ ഈ സീക്രട്ട് ഒന്നും പുറത്ത് പറയില്ല. നിങ്ങളിപ്പോ ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അത് പുറത്തുനിന്ന് ഒരാൾ പറയുന്നില്ല, മരുന്നുണ്ട് മെഡിസിൻ ഉണ്ട് എന്നെല്ലാം പറയുന്നത്. ഞാനൊന്നും കൊടുക്കില്ല. പിന്നെ കോഴിക്കോട് അബ്ബാസ് ഇങ്ങനെ ഒരു ട്രെയിനിങ് പറഞ്ഞുതരും, അതിനണക്കായിട്ട് ഫുഡ് ഞങ്ങൾ റെസ്റ്റിലുള്ളപ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കും പ്രാവശ്യം. പിന്നെ പറവക്കുള്ളപ്പോൾ ഒരു 20 ml വെള്ളയും 2 ബദാമും കുറച്ച് മുക്താറിയും ഒരു 2 മുന്തിരി അത് കൊടുത്തിട്ട് പറവക്കും കൊടുക്കും. പക്ഷെ അതേപോലെ നമുക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്നുള്ള നല്ല സപ്പോർട്ടല്ലേ? ഉമ്മ എല്ലാവരും പെങ്ങന്മാരും എല്ലാവരും കൂടി നല്ല സപ്പോർട്ടുള്ള. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല സപ്പോർട്ടാണ്. ഉമ്മ എല്ലാവരും കൂടി നല്ല സപ്പോർട്ടും കാര്യങ്ങളിലുണ്ട്. അഥവാ ഞാനാ ഇവിടെ ഇല്ലെങ്കിൽ എൻ്റെ അനിയനാ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കൊടുക്കും, ഭക്ഷണം കൊടുക്കും അല്ലേ? ഓക്കെ. പക്ഷെ അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ടൂറിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും അതിന് മുന്നത്തെ പ്രാവശ്യമാണെങ്കിലും എല്ലാം പറക്കുന്നത് തമിഴ്നാട് സ്റ്റൈലിലാണ് പ്രാവ് പറക്കുന്നത്. അതായത് പറഞ്ഞാൽ ഒരു പ്രാവ് ഒരു കൃത്യസമയമാകുമ്പോൾ ഇരിക്കുന്നുണ്ട്. ഒരു 7 മണി അല്ലെങ്കിൽ 6:45, 8 മണിക്കുള്ളിൽ പ്രാവ് ഇരിക്കുന്നുണ്ട്. തുടർന്നിട്ട് വേറൊരു പ്രാവാണ് കണ്ടിന്യൂസ് പറവ കൊണ്ടുപോകുന്നത്. അതിലെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലും ആ രീതിയിലാണ് അത് തുടർന്നുകൊണ്ട് പോകുന്നത്. അതിലെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഇല്ല, അതിലൊരു സീക്രട്ട് ഇല്ല. എൻ്റെ ഇതിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വളർത്തുന്നവരുടെ ട്രെയിനിങ്. ഏറ്റവും വലിയ ഇത് ട്രെയിനിങ് ആണ്. അല്ലാണ്ട് നമ്മൾ പ്രാവ് ഉണ്ടായിട്ട് കാര്യമില്ല. ട്രെയിനിങ് എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം പ്രാവ് പറക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല പ്രാവിനെ ഇരുത്തിക്കലുണ്ട് അങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ചില ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടാവും അതെങ്ങനെയാണെന്നുള്ളത്. അതായത് പിന്നെ ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അത് ചോദിച്ചതിൽ ഞാൻ പറയാം. ഇപ്പം ഞങ്ങൾക്ക് ഞായറാഴ്ച ടൂർലെൻഡ് ആണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ചയാണ് ചുറ്റിക്കാൻ വിടാം. അതേ ആൾക്കാർ വെള്ളിയാഴ്ച വിടും, പിന്നെ വ്യാഴാഴ്ച വിടും. എന്നാൽ ആ വെള്ളിയാഴ്ച 2 പ്രാവിനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രാവിനെ എനിക്ക് ഓഫർ നല്ലൊരു കയറി പറക്കുന്ന പ്രാവിനെ വെള്ളിയാഴ്ച ചുറ്റിച്ചിട്ട് അവിടെ വിടും. അതിൻ്റെ ഒപ്പരം വിടുന്ന ഒരു പ്രാവിനെ എൻ്റെ റേവലിനെപ്പുറം ഒരു പ്രാവിനെ ശനിയാഴ്ചയും വിടും. പ്രാവിനെ തളർത്തിയിട്ട് സംഭവം ഞായറാഴ്ച എനിക്ക് അതിലുള്ള ഒരു പ്രാവ് കൂടുതൽ കയറി പറക്കണ്ട, ഒരു പ്രാവ് പറഞ്ഞാൽ മതി. അതാണ് എൻ്റെ ഒരു രീതി, നിങ്ങൾ ചെയ്യുന്ന രീതി. പക്ഷെ എന്നാലും ആ പ്രാവ് നമുക്കൊരു 13 മണിക്കൂറിന് അടുപ്പിച്ച് എന്നാലും പറഞ്ഞുതരും. ഒരു എന്തായാലും ഒരു 7 മണി 6 മണി വരെ പ്രാവ് പറഞ്ഞുതരും. പറഞ്ഞതിനെ കൂട്ടിക്കയറും. എന്നാൽ അതിന് ഞാൻ അത്രേ ഭക്ഷണം കൊടുക്കും. കയറി പറക്കുന്ന പ്രാവിന് കുറച്ച് ഭക്ഷണം കൂടുതലും അത് ഇരിക്കുന്ന പ്രാവിന് കുറച്ച് ഭക്ഷണം കുറവാണ്. എന്നാലേ അതിനുള്ള ഒരു വിശപ്പിന്റെ ഒരു ഇതിലെങ്കിലും കയറട്ടെ എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ കത്തതിനെ കാണിച്ചിട്ടുണ്ട്. പ്രാവിനെ കണ്ട നമ്മൾ ആദ്യം കണ്ട കത്തങ്ങ്, വലിയ കത്തങ്ങ്. ഈ കത്തങ്ങ് വ്യാഴാഴ്ച ഒരു സാഹചര്യത്തിൽ വ്യാഴാഴ്ച പ്രാവിനെ വിട്ടിട്ട് പ്രാവ് ഇരുന്നത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നേ. ആരും പറഞ്ഞാൽ വിശ്വസിക്കൂല. അങ്ങനെ പ്രാവിനെ വ്യാഴാഴ്ച പ്രാവിനെ വിട്ടിട്ട് വെള്ളിയാഴ്ച ഇരുന്നിട്ട് ശനിയാഴ്ച റെസ്റ്റ് കൊടുത്തിട്ട് ഈ പ്രാവിനെ 13:30 വിട്ടതാ. ഞായറാഴ്ച അന്ന് പ്രാവ് ഇരുന്നത് 13:24 പറഞ്ഞിട്ടാണ്. അല്ലാണ്ട് ഇത് ഇരിക്കൂല പ്രാവ്. പ്രാവിനെ കുറെ ട്രെയിൻ ചുറ്റിക്കാൻ നോക്കിയിട്ട് പ്രാവ് ഇരുന്നിട്ടില്ല എൻ്റെ അടുത്ത്. അതിലുള്ള പ്രാവായിരുന്നു. അതിനുശേഷം 13:24 പറഞ്ഞ് പിന്നെ ഇളക്കിയിട്ടില്ല. ചത്തുപോയോണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് അങ്ങനെ വെച്ചത്. അപ്പോൾ ഇവർ ട്രെയിനിങ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവിനെ ഇരുത്ത് വന്നിട്ട് മറ്റേ പ്രാവിനെ പറക്കാൻ വിടുന്നുള്ള രീതിയാണ്. നമ്മൾ തമിഴ്നാട്ടിലെല്ലാം കാണുന്ന അതേ ഒരു രീതിയിലോട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു പ്രാവ്
പെട്ടെന്നിരിക്കും, മറ്റേ പ്രാവ് കണ്ടെയ്നറിൽ പറക്കുന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അത് ബേജാറില്ല, ഒരു പ്രാവ് അല്ലേ പറക്കുന്നുള്ളൂ. അതെ അതെ അതെ. ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ 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 ശരി. ഇതിന് എല്ലാത്തിനും ഭക്ഷണം ഇങ്ങനെ തന്നെ കൊടുക്കല്? താഴത്തിറക്കിട്ടോ?